താലി രചനാ സംഭാഷണം രുദ്രപ്രിയ ഭാഗം 2. ദേവന്റെ സുഹൃത്ത് യദു നേരത്തെ തന്നെ അമ്പലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കിൽ നിന്നൊഴിവായി. കണ്ണന്റെ നടയിൽ ദേവന്റെ മടിയിൽ അമ്പൂട്ടനെ ഇരുത്തി ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനം തൊട്ട് നെറ്റിയിൽ വരച്ചു. തൂശനിലയിൽ വിളമ്പി വെച്ചിരുന്ന പായസവും ചോറും പുളിയും എരിവും ചേർത്ത് നാവിൽ വെച്ച് കൊടുത്തു. അമ്പൂട്ടൻ ആദ്യം രുചിച്ചു, പിന്നെ മുഖം ചുളുക്കി കരഞ്ഞു. ദേവിയും അമ്പൂട്ടന് ചോറ് നാവിൽ വെച്ച് കൊടുത്തു. എല്ലാ പേരും അമ്പലം വലം വെച്ച്. കുഞ്ഞിന് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നേർന്നിരുന്നു ഭവാനിയമ്മ. അതും നടത്തിയിട്ടാണ് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാ പേർക്കും നന്നേ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് കണ്ട ഹോട്ടലിൽ കയറി. ദോശയും സാമ്പാറും ചമ്മന്തിയും ഉഴുന്നുവടയും പിന്നെ ഓരോ ഗ്ലാസ് ചായയും കുടിച്ചു. അല്പം കഴിഞ്ഞപ്പോഴേക്കും അമ്പൂട്ടൻ കരയാൻ തുടങ്ങി. അമ്പൂട്ടൻ വല്ലാതെ നിർബന്ധം പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ ദേവൻ ദേവിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ദേവി, എന്താടി മോന്? ദേവേട്ടാ, മോന് വിശക്കുന്നു, അതാണ് കരയുന്നത്. 2 പേരും മാറി നിൽക്കുന്നത് കണ്ട് ഭവാനിയമ്മ അടുത്തേക്ക് വന്നു. എന്താ ദേവ, നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അവിടെ അമ്മു എന്തൊക്കെയോ വാങ്ങാൻ നിൽക്കുന്നു, നീ അങ്ങോട്ട് ചെന്നേ, അവർ ഇഷ്ടക്കേടോടെ പറഞ്ഞു. അമ്മേ, കുഞ്ഞിന് വിശക്കുന്നു, അതാണ് കരയുന്നത്. ഞങ്ങൾ റൂമിൽ ചെല്ലട്ടെ, അവന് പാല് കൊടുക്കണം. ഭവാനിയമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല. കുഞ്ഞുങ്ങളായാൽ കരയും, അതിനെന്താ ഇപ്പോൾ? അമ്മ എന്താ പറയുന്നേ? കുഞ്ഞിന് വിശക്കുന്നു. ദേവന് ദേഷ്യം വന്നു. അതിന് അവൾക്ക് കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ പൊയ്ക്കൂടെ? നീ കൂട്ടുവേണമോ? അമ്മയ്ക്ക് എന്താണ് പറയുന്നതെന്നുള്ള ബോധമുണ്ടോ? ഈ അറിയാത്ത സ്ഥലത്ത് ഞാൻ അവളെയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് വിടണോ? കഷ്ടമാണമ്മേ. ദേവൻ ദേവിയെയും ചേർത്ത് പിടിച്ച് ഹോട്ടലിലേക്ക് നടന്നു. അമ്മു അമ്മയുടെ അടുത്തേക്ക് വന്നു. ദേവനും ദേവിയും പോകുന്നത് കണ്ടു. എവിടേക്കാ അമ്മേ ഏട്ടനും ഏട്ടത്തിയും പോയത്? അമ്മു അമ്മയ്ക്കടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഓ, അവൻ ഭാര്യയ്ക്കും കുഞ്ഞിനും കൂട്ടിരിക്കാൻ പോയതാ, ഭവാനി ഇഷ്ടക്കേടോടെ പറഞ്ഞു. എന്തിനാ ഭവാനി വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നേ? കുഞ്ഞു വിശന്ന് കരഞ്ഞു, അത് നീ കണ്ടതല്ലേ? അതിന് പാല് കൊടുക്കാൻ ദേവിയെയും കൂട്ടിയാണ് അവൻ പോയത്. ഇവളുടെ പരാതി. എന്താ അമ്മേ ഇത്? അമ്പലമാണ്. അമ്മയുടെ ഈ സ്വഭാവം ഇത് മാറിയാൽ എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ കുടുംബത്തിന്. ഹരി അസ്വസ്ഥതയോടെ പറഞ്ഞു. ഇനി അതും ഇതും പറയാതെ വരാൻ നോക്ക്. ദിവാകരൻ മുൻപേ നടന്നു, പിന്നാലെ മറ്റുള്ളവരും. റൂമിൽ ചെല്ലുമ്പോഴേക്കും കുഞ്ഞ് കരഞ്ഞു തളർന്നിരുന്നു. ദേവി ബെഡിലിരുന്ന് തോളിൽ കിടന്ന് നേരിയത് അല്പം മാറ്റി ബ്ലൗസിൻ്റെ ഹുക്കഴിച്ച് നീക്കി കുഞ്ഞിൻ്റെ വായിലേക്ക് മുല വെച്ചു കൊടുത്തു. കുഞ്ഞമ്പൂട്ടൻ ആർത്തിയോടെ പാൽ വലിച്ചു കുടിച്ചു. ദേവിയുടെ കൈ കുഞ്ഞിൻ്റെ തുടയിൽ താളം പിടിച്ചു. അമ്പൂട്ടൻ്റെ കണ്ണ് പതിയെ അടഞ്ഞു വരുന്നുണ്ട്, എങ്കിലും ആസ്വദിച്ചു പാല് കുടിക്കുന്നുണ്ട്. കുഞ്ഞുറങ്ങിയതും അവനെ ബെഡിലേക്ക് കിടത്തി ദേവി ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്തിനാ ദേവേട്ട അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പ്രണയവിവാഹമായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഈ അവഗണന സഹിക്കാമായിരുന്നു. ഇതിപ്പോൾ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം. പോട്ടടോ, ഞാനില്ലേ തനിക്ക്? ആരെന്ത് പറഞ്ഞാലും ഞാൻ പോരെ? അത്രമേൽ സ്നേഹത്തിൽ ദേവൻ ചോദിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. വേണമെങ്കിൽ കുറച്ചു നേരം താൻ മോൻ്റെ കൂടെ കിടന്നോ. ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷായി ആനക്കുട്ടലിലും വടക്കുന്നാഥ ക്ഷേത്രത്തിലും പോകാം. എനിക്ക് 1-2 മെയിൽ ചെക്ക് ചെയ്യാനുണ്ട്. ദേവൻ ലാപ്പും എടുത്തുകൊണ്ട് സോഫയിൽ പോയിരുന്നു. ദേവി അമ്പൂട്ടൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി. ഹരിയും അമ്മുവും ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് ദിവാകരൻ ഭവാനിയെയും വിളിച്ച് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്താ ഏട്ടാ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്? ഭവാനി, നീ എന്തിനാ കൊച്ചിനോട് ഇത്രയും ഇഷ്ടക്കേട് കാണിക്കുന്നേ? ദേവുമോള് പാവമല്ലേ? ആരും അത്രയും പാവമൊന്നും അല്ലേ ഏട്ടാ. എല്ലാ പേർക്കും അവരവരുടെ കാര്യം മാത്രം. ഭവാനിയും വിട്ടുകൊടുത്തില്ല. അങ്ങനെ പറയില്ലേ ഭവാനി. ദേവൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? അതൊക്കെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ? ദിവാകരൻ ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം ഏട്ടാ. എങ്കിലും എൻ്റെ കുഞ്ഞെന്നിൽ നിന്നും ഇപ്പോൾ ഒരുപാട് അകന്നതുപോലെ തോന്നുന്നു. ഭവാനി മൂക്ക് പിഴിഞ്ഞു. അയ്യേ, എന്ത് വർത്തമാനമാ നീ ഈ പറയുന്നേ? അവനിപ്പോൾ ഒരു കുടുംബമായി, അത് മറക്കരുത്. അതൊന്നുമല്ല ഏട്ടാ,
അവളുടെ തലയണ മന്ത്രം അതാണ് അവനെ മാറ്റിയത്. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നോടൊന്നും പറയാൻ ഞാൻ ആളല്ല. ദിവാകരൻ ആ സംസാരം അവിടെ നിർത്തി. ഈ പ്രായത്തിൽ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ഏട്ടൻ നോക്കണ്ട. അല്ലെങ്കിലും നിങ്ങളെല്ലാം ഒന്നാണ്, ഞാൻ മാത്രമാണ് വേറെ. ഇതെന്തൊരു ജന്മമാണ്. ദിവാകരൻ കൈ തലയിൽ താങ്ങി. വൈകുന്നേരം എല്ലാവരും വടക്കുന്നാഥനെ തൊഴുതു ആനക്കുട്ടലിനും സന്ദർശിച്ചാണ് റൂമിലെത്തിയത്. ഭവാനിയുടെ മുഖം മാത്രം തെളിഞ്ഞില്ല. ആരും അതിനെക്കുറിച്ചൊന്നും തിരക്കിയതുമില്ല. രാത്രി 10:30 മണിക്കായിരുന്നു തിരികെയുള്ള ട്രെയിൻ. മാഷ് എന്താ ഇത്രയും ആലോചിക്കുന്നേ? പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മാഷിനോട് കമല ചോദിച്ചു. ആലോചനയോടു കൂടി വരാന്ത കൈവരിയിലിരിക്കുന്ന വാസുദേവന്റെ അടുത്തേക്ക് ഭാര്യ കമലം വന്നു. ഭർത്താവിൻ്റെ തോളിൽ പതിയെ കൈവച്ചു. എന്താ മാഷേ, വല്ലാത്ത ആലോചനയിലാണല്ലോ. ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടാൽ അമ്പിളിയമ്മാവനെ പിടിക്കാനാണെന്ന് തോന്നും. കമലം വിട്ടില്ല. കളിയാക്കൽ തുടർന്നു. തൻ്റെ സംശയം തെറ്റിയില്ല. ഒരു അമ്പിളിയമ്മാവനെ പിടിച്ച് തനിക്ക് തരാൻ വേണ്ടി തന്നെയാണ്. ഈ പ്രായത്തിൽ നമുക്ക് രണ്ടുപേർക്കും മാറിയും തിരിഞ്ഞും അമ്പിളിയമ്മാവനെ പിടിച്ച് കളിക്കാമെടോ. വല്ലാത്തൊരു ചിരി നിറച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖം കമലത്തിന് മനസ്സിലായി. വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടല്ലേ മാഷേ ഇപ്പോൾ? ഭാര്യയുടെ സംസാരം കേട്ടപ്പോൾ മാഷ് അവരുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മനസ്സ് ഇത്രത്തോളം മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഓരോ മാതാപിതാക്കളും വയസ്സും പ്രായവും ഒക്കെ ആകുമ്പോൾ മക്കളുടെ സാമീപ്യവും സ്നേഹവും ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ നമുക്കത് ആഗ്രഹിക്കാമെന്നല്ലാതെ നടക്കണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. അന്ന് ദേവിമോളെ പ്രസവിച്ചപ്പോൾ താൻ അനുഭവിച്ച വേദനയും തൻ്റെ പ്രാണവേദനയും ഒക്കെ കണ്ടപ്പോൾ മനസ്സിൽ തീരുമാനമെടുത്തതാണ് നമുക്കൊരു കുഞ്ഞ് മതിയെന്ന്. ഒടുവിൽ അവൾ വളർന്നു വലുതായി അവൾക്ക് കൂട്ടായി ആരുമില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനു കൂടി ശ്രമം നടത്തിയെങ്കിലും എന്തുകൊണ്ടോ പിന്നീടൊരു കുഞ്ഞിനെ ഈശ്വരൻ തന്നില്ല. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി. ഇന്ന് മോൾ വിളിക്കാഞ്ഞിട്ടാണോ മാഷേ ഈ വിഷമം? എത്ര തവണ മോള് നമ്മെ വിളിച്ചതാ നമ്മൾ കൂടി ഗുരുവായൂർക്ക് ചെല്ലാൻ. അപ്പോൾ മാഷല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു അമ്പൂട്ടൻ്റെ ചോറൂണിന് കൂടെ പോകണമെന്ന്. കമലം മുഖം വീർപ്പിച്ചു. ദേവൻ ഒരുപാട് തവണ നിർബന്ധിച്ചതാണ്, പക്ഷെ അത് വേണ്ട. ഭവാനിയമ്മയ്ക്ക് നമ്മൾ ചെല്ലുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവൾക്കൊരു സമാധാനക്കേട് നമ്മളായിട്ടുണ്ടാക്കുന്നത് എന്തിനാ? അതെങ്കിലും സന്തോഷത്തോടു കൂടി പോയിട്ട് വരട്ടെ. എന്നാലും നമ്മുടെ മോളല്ലേ, അവളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കാണണമെന്ന് നമുക്കും ആഗ്രഹമില്ലേ? കമലത്തിൻ്റെ വാക്കുകളിൽ പിന്നെയും സങ്കടം നിറഞ്ഞു. താനും എവിടെയൊക്കെയോ നേർച്ച നേർന്നിട്ടുണ്ടല്ലോ, അത് നടത്തുമ്പോൾ നമുക്കും കൂടെ പോവാടോ. അപ്പോൾ കണ്ണ് നിറയെ കാണാമല്ലോ, അതുപോരെ? ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും മാഷിൻ്റെ മൊബൈൽ റിങ് ചെയ്തു. വാസുദേവൻ മൊബൈൽ വേഗം കയ്യെത്തിയെടുത്തു. ഹലോ അച്ഛാ. ദേവിമോളുടെ നീട്ടിയുള്ള വിളി കേട്ടപ്പോൾ വാസുദേവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും മോളുടെ ഒരു വിളി മതി ആ സങ്കടം മാറാൻ. എന്താ മോളെ, അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞോ? നീ ഇന്നത്തെ ദിവസം വിളിക്കാഞ്ഞിട്ട് നിന്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു മനസ്സമാധാനവുമില്ല. ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. വാസുദേവൻ മൊബൈൽ കമലയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. എടി മോളെ, നീ ഈ മാഷ് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ? ഇന്നത്തെ ദിവസം നിന്റെ ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ വിരികിനെ പോലെ വെപ്രാളം പിടിച്ച് നടക്കുകയായിരുന്നു. ആ ആളാണ് ഇപ്പോൾ നീ വിളിച്ചപ്പോൾ അപ്പാടെ പ്ലേറ്റ് മറിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു മോളെ യാത്ര? നന്നായി തൊഴുതോ? നന്നായി തൊഴുതമ്മ, മനസ്സ് നിറഞ്ഞു. എവിടെ അമ്പൂട്ടൻ? നിങ്ങൾക്കും കൂടി വരാമായിരുന്നില്ലേ അമ്മേ? ദേവേട്ടൻ എത്ര വിളിച്ചതാ. അത് സാരമില്ല മോളെ, നിങ്ങളുടെ യാത്ര ശുഭമായിരുന്നല്ലോ, ഞങ്ങൾക്കത് മതി. എപ്പോഴാ തിരിക്കുന്നേ? രാത്രിയിലാണമ്മേ ട്രെയിൻ. പുലർച്ചെ അവിടെ എത്തും. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുടുംബക്ഷേത്രത്തിലും പാലമേൽക്കാവിലും ചോറൂണ് നടത്താം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വരാമല്ലോ. എന്നാൽ മോൾ ഫോൺ വച്ചോ, നാളെ ഇവിടെ എത്തിയിട്ട് വിളിക്കണേ. ശരി അമ്മേ, ഞാൻ വിളിക്കാം. മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ അടുത്തേക്ക് ദേവൻ വന്നു നിന്നു.
ദേവി അറിഞ്ഞതേയില്ല. ദേവൻ പതിയെ അവളുടെ തോളിൽ കൈവച്ചു. ദേവി ഞെട്ടി എഴുന്നേറ്റു. എന്താടോ ആലോചിക്കുന്നത്? നിറഞ്ഞു തുറമ്പാറായ മിഴികൾ ഉയർത്തി ദേവി. എന്താടോ, എന്തിനാ താൻ കരയുന്നേ? അച്ഛൻ വിളിച്ചിരുന്നു. അവർക്ക് നല്ല സങ്കടമുണ്ട് ദേവേട്ടാ, അമ്പൂട്ടൻ്റെ ചോറൂണിന് വരാൻ കഴിയാത്തതിൽ. താൻ ഇങ്ങനെ കരയാതെ. അവിടെ എന്തൊക്കെയോ വഴിപാടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ മോനെയും കൊണ്ടുപോകാം. അമ്മയ്ക്ക് എന്നോട് എന്നും എൻ്റെ വീട്ടുകാരോടും എന്താ ദേവേട്ട ഇത്രയും ശത്രുത? പല സമയങ്ങളിലും അമ്മയുടെ സ്വഭാവം കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നാറുണ്ട്. ഞങ്ങൾക്ക് അവിടേക്ക് വരാമോ? വാതിൽക്കൽ അമ്മുവിൻ്റെയും ഹരിയുടെയും ഒച്ച കേട്ട് ദേവനും ദേവിയും അകന്നു മാറി. അമ്മു മുറിയിലേക്ക് വന്ന ഉടനെ തന്നെ ദേവിയുടെ അടുത്തേക്ക് വന്നു. ഇതെന്താ ഏട്ടത്തി കണ്ണ് കലങ്ങിയിരിക്കുന്നത്? കരഞ്ഞോ?